ശബരിമല കേസ് അന്വേഷണം CPM നേതാക്കളിലേക്ക് നീങ്ങിയപ്പോൾ സർക്കാർ ഇടപെട്ടുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകിയെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പത്മകുമാറിന്റെ അറസ്റ്റിനു ശേഷം വേറെ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചു എന്നും MT രമേശ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം SIT-യിൽ ആഭ്യന്തര വകുപ്പ് നേരിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചും CPM നേതാക്കന്മാരെയും മുൻ മന്ത്രിമാരെയും ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം SIT-ക്ക് ലഭിച്ചത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ്. ഞങ്ങൾ ഇക്കാര്യം അന്നേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ അന്വേഷണത്തെ നിയന്ത്രിക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അന്വേഷണം നടത്താനും വേണ്ടി സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ കാര്യം വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, തെളിവുകളൊന്നുമില്ലാതെ എന്ത് മോട്ടീവിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസക്കാലം കസ്റ്റഡിയിൽ വെച്ചത്? കാട്ടുകള്ളന്മാരുടെ കൂട്ടത്തിലാണ് തന്ത്രിയെന്ന എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് MV ഗോവിന്ദൻ പറഞ്ഞതെന്ന് MT രമേശ് ചോദിച്ചു. CPM ഒരിക്കലും വിശ്വാസികൾക്കൊപ്പമല്ല. ഭണ്ഡാരപ്പെട്ടി മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനം ഉണ്ടായേക്കുമെന്നും MT രമേശ് പറഞ്ഞു. നേതാക്കളായ KK വിനോദ് കുമാർ, K രഞ്ജിത്ത്, TC മനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Aster MIMS Hospital, we'll treat you well. Chala East, Kannur.